ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ക്ലൗഡ് സ്റ്റോറേജുകളെ കുറിച്ചാണ്. നിങ്ങളൊരു പക്ഷേ ക്ലൗഡ് സ്റ്റോറേജുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവാണ്. നമ്മളെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു ക്ലൗഡ് സ്റ്റോറേജും കൂടിയാണ് ഗൂഗിൾ ഡ്രൈവ്. എന്നാൽ ഈ ഗൂഗിൾ ഡ്രൈവിൽ നമുക്കറിയാം 15 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്നത്. എന്നാൽ ഈ ഗൂഗിൾ ഡ്രൈവ് മാത്രമല്ല ക്ലൗഡ് സ്റ്റോറേജ്, വേറെയും ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജുകൾ അവൈലബിൾ ആണ്. അതിന് എക്സാമ്പിൾസാണ് മെഗാ, വൺ ഡ്രൈവ്, മീഡിയ ഫയൽ, പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ്, ആമസോണിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ്, എന്നാൽ ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജാണ് ഫ്രീ ആയിട്ട് തരുന്നത്. അതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് 1 TB സ്റ്റോറേജ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതെ, 1 TB ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഏതാണെന്നല്ലേ ഞാൻ പറയാം. ആ വരുന്ന ക്ലൗഡ് സ്റ്റോറേജിൻ്റെ പേര് ടെറാബോക്സ് എന്നാണ്. അത് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് കറങ്ങി കളിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഗൂഗിൾ വന്നു, ശേഷം അതിൽ ടെറാബോക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ടെറാബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം https://www.terabox.com എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടെറാബോക്സ് ഫ്രീ 1 TB ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് ഫയൽ സ്റ്റോറേജ് ആണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഇവർ നൽകുന്നത്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ലിങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഫോൺ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്ലോഡിൽ ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം, ഫയലാണോ ഫോൾഡറാണോ. അപ്പം നിങ്ങൾക്ക് ഒരു സിംഗിൾ ഫയലാണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, ഒരു ഫോൾഡറാണോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ആ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഫയലാണോ വേണ്ടത് ജസ്റ്റ് ആ ഫയലൊന്ന് ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് അപ്ലോഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഏതൊരു ഫയലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. 1 TB സ്റ്റോറേജ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോൾഡറും ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.